മയിലിറങ്ങുന്ന കേരളം മഴ കൊണ്ടുപോകുമോ? രണ്ടും വളരെ വ്യത്യസ്തമായ രണ്ടാംഗിളിലുള്ള ചോദ്യമാണ്. മയിലിറങ്ങുന്ന കേരളം മഴ കൊണ്ടുപോകുമോ? എന്താണ് മയിലിറങ്ങുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ അതീവ ഗുരുതരമായ മാറ്റമുണ്ടാകുന്നു. 2016 വരൾച്ച മുതൽ തുടങ്ങി 17 ഓഖി, 18 പ്രളയം, 19, 20, 21 മുതൽ 24 വരെ വന്ന ഉരുൾപൊട്ടലുകൾ, ഇപ്പോൾ കള്ളാടിയിലുണ്ടായ ഉരുൾപൊട്ടൽ, അതിനിടയിലുണ്ടായ ചെറിയ ചെറിയ മിന്നൽ പ്രളയങ്ങൾ, മേഘവിസ്ഫോടനങ്ങൾ, കളമശ്ശേരിയിലടക്കം വന്ന മേഘവിസ്ഫോടനങ്ങൾ, ഇതെല്ലാം മഴ കൊണ്ടുവന്ന മുറിവുകളാണ്. മലയോര മേഖലകളിൽ മഴ ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ, പ്രളയത്തിൻ്റെ രൂപത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഇടനാട് പ്രദേശത്തിൽ പ്രളയത്തിൻ്റെ രൂപത്തിലാണ് മഴ വരുന്നത്. തീരദേശത്താണെങ്കിൽ വേലിയേറ്റത്തിൻ്റെ രൂപത്തിലും തീരദേശ ശോഷണത്തിൻ്റെ രൂപത്തിലും വള്ളവും ബോട്ടുമൊക്കെ കാണാതാവുന്ന, മത്സ്യത്തൊഴിലാളികളെ കാണാതാവുന്ന അതിൻ്റെ രൂപത്തിൽ തീരദേശത്ത് വരുന്നു. അപ്പോൾ മഴ കേരളത്തെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു. അതൊരു വശത്ത് നിൽക്കട്ടെ, നമുക്കതിലേക്ക് വരാം. ഇടുക്കി ജില്ലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു സെമിനാറിൽ, വലിയ സെമിനാറാണ്, എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടി. മന്ത്രിയായിരുന്നു ഉദ്ഘാടനം. അത് കഴിഞ്ഞ് എൻ്റെ പ്രഭാഷണമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടെ ഉണ്ടായിരുന്നു. വലിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. കൂടുതൽ പേരും കേരള കോൺഗ്രസ്സുകാരുമായിരുന്നു. അന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് കേരള കോൺഗ്രസ്സുകാരാണ്. മാണി ഗ്രൂപ്പാണോ ജോസഫ് ഗ്രൂപ്പാണോ ഞാൻ ഓർക്കുന്നില്ല. അല്ല, രണ്ടു കൂട്ടരും ഒന്നിച്ചുകൊണ്ടുള്ള സമയമാണെന്ന് തോന്നുന്നു. അവർ പിളർന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഒന്നിച്ചിരുന്ന സമയമാണ്. ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കേരളത്തിൽ മഴ മാറും, മഴ കൂടും, മഴ കുറയും, രണ്ടും കേരളത്തെ ഉപദ്രവിക്കും. അപ്പോൾ ഞാൻ സംസാരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അതിവൈകാരികമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മൈക്ക് പിടിച്ചു വാങ്ങിച്ചു. അദ്ദേഹത്തിന് ഒരു കാര്യമില്ല, അദ്ദേഹത്തിന് സംസാരിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗം നേരത്തെ കഴിഞ്ഞല്ലോ. പക്ഷെ എന്നിട്ടും അദ്ദേഹം പറഞ്ഞു, സാർ എന്താ പറയുന്നത്? കുറേ വർഷം മുമ്പുള്ള കാര്യമാണ്. ഇടുക്കിക്കാർക്കൊരു കാര്യം അറിയാം കേട്ടോ. അഹങ്കാരത്തോട് പറയാണ്. സ്വാഭിമാന അഹങ്കാരമാണ്, അല്ലാതെ നിരാശയിലോ അല്ല, വേറെ അഹങ്കാരമല്ല, ദേഷ്യത്തിലെ അഹങ്കാരമല്ല, ഒരു സ്വാഭിമാനത്തിലുള്ളൊരു അഹങ്കാരം ഉണ്ടല്ലോ, ഒരു പ്രൈഡ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു അഭിമാനത്തിലൂടെ ഒരു അഹങ്കാരം ഉണ്ടല്ലോ. എനിക്കിതുണ്ട്, നമുക്കിതുണ്ടെന്നുള്ള നെഗറ്റീവല്ല. അതിലൂടെ പറഞ്ഞു, ഇടുക്കിയെ മാരി ചതിക്കില്ല. മാരി മഴ. ഞാൻ പറഞ്ഞു, എഴുതി വെച്ചോളൂ, നമ്മൾ തമ്മിൽ തർക്കം വേണ്ട. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഭാവിയിൽ കേരളം, ഇടുക്കിയിൽ മഴ വരുമോ ഇല്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എൻ്റെ റീഡിങ് ഇതാണ്. ശാസ്ത്രപരമായി കൃത്യമായി ഇടുക്കിയെ മഴ നോവിച്ചു. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ശാസ്ത്രം അതാണ് കണക്ക് പറയുന്നത്. ഇപ്രാവശ്യം ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെ ലഭിക്കേണ്ട മൺസൂൺ മഴയുടെ 70% നല്ലൊരു ഭാഗം കിട്ടേണ്ടത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ആഗസ്റ്റ് സെപ്റ്റംബർ ഇപ്പോൾ കുറച്ചല്ലേ കിട്ടുന്നത്. പക്ഷേ ജൂൺ മാസത്തിൽ 60% മഴ കുറഞ്ഞു, വലിയ വരൾച്ചയിലേക്ക് പോയി. ജലക്ഷാമം അങ്ങനെ രൂക്ഷമായില്ല, പക്ഷേ കറണ്ട് കട്ട് വന്നു, ഡാമുകളിൽ വെള്ളമില്ലാതായി. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 60% വെള്ളമുണ്ട്, 56% വെള്ളമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 25% വെള്ളം. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. വലിയ വരൾച്ച. തിരുവനന്തപുരത്തും നഗരത്തിലടക്കം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ മയിൽ നാട്ടിൽ കാണുന്നു. നല്ല ലക്ഷണമല്ല. വരണ്ട പ്രദേശത്ത് കാണുന്ന മയിലാണത്. കാട്ടിൻ്റെ വനാതിർത്തികളിലും വരണ്ട പ്രദേശങ്ങളിലും മാത്രം കാണുന്ന മയിൽ നാട്ടിൽ വരുന്നത് വേറൊരു കാലാവസ്ഥയുടെ സൂചനയാണ്. കണിക്കൊന്ന കാലം മാറി പൂക്കുന്നത്, മത്തി ഇല്ലാതാകുന്നത്, നെയ്യ് കട്ട പിടിക്കാത്തത് ഇവിടെ തണുപ്പ് സമയങ്ങളിൽ, ചാരക്കുരുവികൾ കേരളത്തിൽ വരുന്നത്, അങ്ങനെ മണ്ണിര നശിക്കുന്നത്, പൂമ്പാറ്റ ഇല്ലാതാകുന്നത്, മാവുകൾ പൂക്കാത്തത്, മാവുകൾക്ക് വംശനാശം വരുന്നത്, അങ്ങനെ വളരെ വളരെ വലിയ തോതിലാണ് കേരളത്തിൻ്റെ ജൈവ വൈവിധ്യത്തിനും ഭൂമിശാസ്ത്രത്തിനും മാറ്റമുണ്ടാകുന്നത്. ഇതിൻ്റെ പരിണിത ഫലം കൂടെയാണ് മഴ കൊണ്ട് നമുക്ക് മുറിവേൽക്കേണ്ടി വരുന്നത്. വരണ്ടു പോകുമോ എന്നുള്ള ഭീഷണി നമുക്കുള്ളത്. കേരളം വരണ്ടു പോകാനുള്ള സാധ്യത ചെറുതല്ല, വളരെ വലുതാണ്. അതുപോലെ തന്നെ മഴ വരാനുള്ള സാധ്യതയും വളരെ വലുതാണ്.
ഇത് രണ്ടിൻ്റെ സാധ്യതയും കേരളം കാണാതിരുന്നുകൂടാ. പുൽപ്പള്ളിയിൽ അതിശക്തമായ വരണ്ട കാറ്റിൻ്റെയൊക്കെ സ്വാധീനത്താൽ പുൽപ്പള്ളിയിലെ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകുന്നു. വയനാട് 75% വയലായിരുന്ന വയൽനാട് ഇന്ന് 10-15% മാത്രം വയലായി മറ്റൊരു കാലാവസ്ഥയിലേക്ക് വയനാട് മാറി, ഇടുക്കി മാറി. കേരളത്തിൻ്റെ മലയോര പ്രദേശമാകെ പല രൂപത്തിൽ സെൻസിറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് മലയോരത്ത് ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ കാര്യങ്ങൾ, താഴേക്ക് വരുമ്പോൾ പ്രളയം, അതുമായി അനുബന്ധമായ കാര്യങ്ങൾ, വേനൽക്കാലം അതിരൂക്ഷമായ വരൾച്ച, നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ജലക്ഷാമവും കാർഷിക ജലക്ഷാമവും വൈദ്യുതി ക്ഷാമവും, വലിയ വരൾച്ച. മഴ വന്നു തുടങ്ങിയാൽ നിങ്ങൾ നോക്കൂ, ജൂൺ 1 മുതൽ ജൂലൈ 30 വരെ കിട്ടേണ്ട മഴയിൽ വലിയ കുറവുണ്ടായി. പക്ഷേ ആഗസ്റ്റ് മാസത്തിലെ ജൂലൈ 31 രാത്രിയിലെ ഒരു മഴ കൊണ്ട് അല്ലെങ്കിൽ 2 മഴ കൊണ്ട് 8 ജില്ലകളിലാണ് റെഡ് അലർട്ടിലേക്ക് പോയിരിക്കുന്നത്. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും വലിയ നാശമാണ് ഉണ്ടായിരിക്കുന്നത്. ആൾനാശം കുറവാണെങ്കിലും സ്ഥാവര ജംഗമ വസ്തുക്കൾക്കും അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾക്കും വീടിനുമൊക്കെ വലിയ നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. പാലാ നഗരം, ഈരാറ്റുപേട്ട, റാന്നി ഇവയെല്ലാം വെള്ളക്കെട്ടിലാണ്. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കൃത്യമായ ദുരന്ത പരിപാലനം കേരളത്തിൽ നടന്നേ കഴിയൂ. അതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്. അതവർ നിവർത്തിക്കുമെന്ന്, അല്ലെങ്കിൽ അവരത് കാലത്തിൻ്റെ ഒരു കടമ ചെയ്യുമെന്ന് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കേരളം ഇനി ഒരു പ്രളയം താങ്ങാനുള്ള മാനസികവും ശാരീരികവും കായികവും സാമ്പത്തികവുമായിട്ടുള്ളൊരു ശക്തി കേരളത്തിനില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഗൗരവതരമായ കാലാവസ്ഥയെ സംബന്ധിക്കുന്ന ഗൗരവതരമായ ദുരന്ത പരിപാലന പരിപാടികൾ കേരളത്തിനെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ വരൾച്ച മറ്റൊരു പ്രധാനപ്പെട്ട ദുരിതമാണ്. മയിലിറങ്ങിയാണോ, ഇറങ്ങി വരണ്ടോ, മഴ കൊണ്ട് മുറിവേറ്റോ കേരളത്തിന് മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് കാലം കാത്തുവയ്ക്കുന്ന ചോദ്യം.